ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതം. യുദ്ധത്തിൽ രാജ്യത്തിന് മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചില്ലെന്നാണ് മുഖപത്രത്തിന്റെ വിമർശനം. പഹൽഗാം ആക്രമണത്തിൽ ഭാരതത്തിന് ലോകരാജ്യങ്ങളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞില്ലെന്നും വിമർശനമുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും വിമർശിച്ചിട്ടുണ്ട്. റഷീദുദ്ദീൻ എഴുതിയ ലേഖനത്തിലാണ് രാജ്യത്തെയും സേനയെയും അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, ആദ്യം തലക്കെട്ടിൽ നിന്ന് തുടങ്ങാം എന്ന് തോന്നുന്നു. അത് വരുമോ വീണ്ടും ഒരു പാക് ഇന്ത്യ യുദ്ധം എന്നാണ്. നോക്കൂ, കാത്തിരിക്കും പോലെയുണ്ട് ഒരു യുദ്ധത്തിനായി. തലക്കെട്ടിൽ തന്നെ വലിയ പ്രശ്നമുണ്ട് അല്ലേ പ്രശാന്ത്? കൃഷ്ണ, തീർച്ചയായും തലക്കെട്ടിൽ തുടങ്ങുന്നതാണ് പ്രശ്നം മുഴുവനും. വരുമോ വീണ്ടും ഒരു ഇന്ത്യ പാക് യുദ്ധം എന്ന് തുടങ്ങുന്ന തലക്കെട്ടിൽ തുടങ്ങുന്ന ലേഖനത്തിലാണ് രാജ്യവിരുദ്ധ പരാമർശമായിട്ടുള്ള നിരവധി വാക്കുകളും ലേഖനങ്ങളും ഉള്ളത്. ഇന്ന് പ്രസിദ്ധീകരിച്ച സുപ്രഭാതത്തിൽ, സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള രാജ്യവിരുദ്ധ പരാമർശങ്ങൾ അടങ്ങുന്നൊരു ലേഖനം ഉണ്ടായിരിക്കുന്നത്. റഷീദുദ്ദീൻ എന്ന ആൾ എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിലാണ് ഇത്തരം പരാമർശങ്ങളുള്ളത്. കാരണം നമുക്കറിയാം, ഈ പഹൽഗാം ആക്രമണം, അതിന് പിന്നാലെ രാജ്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറും അതിന് രാജ്യത്തു നിന്ന് തന്നെ ലഭിച്ച പിന്തുണയടക്കം നമുക്ക് അറിയാവുന്നതാണ്. പ്രതിപക്ഷ പാർട്ടികളടക്കം ഈ യുദ്ധത്തിൽ, അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെയുള്ള ഓപ്പറേഷൻ സിന്ദൂറും അതിനുശേഷം ഉണ്ടായ യുദ്ധത്തിൽ അണിനിരക്കുകയും ചെയ്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ യുദ്ധത്തിനൊടുവിൽ തന്നെ പാകിസ്ഥാൻ കാല് പിടിച്ചതിന് ശേഷമാണ് പിന്നീട് രാജ്യത്തിൻ്റെ പോരാട്ടം എന്നത് തീവ്രവാദികൾക്കെതിരെയാണെന്നുള്ള ഉറച്ച പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അതിലൊരു വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്നിരിക്കെ ഈ സത്യങ്ങളെല്ലാം നിലനിൽക്കെ, ആ സത്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് ഭാരതത്തിലെ രാജ്യത്തെ ഒരു മാധ്യമം ഇത്തരത്തിൽ ആ യുദ്ധത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ സൈനികരെയും എല്ലാം തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ലേഖനം എഴുതുന്നു എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. സമസ്തയുടെ മുഖപത്രം എഴുതിയ ലേഖനത്തിലാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള പല കാര്യങ്ങളും അടക്കം അതിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളെ ഈ വിവരങ്ങൾ ബോധിപ്പിക്കുവാനും നിലനിർത്തുവാനും കഴിഞ്ഞില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. പൂർണ്ണമായും ഈ ലേഖനം വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും, ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു പരാജയമായി മാറിയ ഒരു നീക്കമായിരുന്നു എന്ന് പൂർണ്ണമായും ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതൊരു വ്യക്തിയും അത് വായിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു തെറ്റായ ഒരു സന്ദേശമാണ് ലേഖനത്തിലൂടെ നൽകുന്നത്. മാത്രമല്ല, ആയുധ കച്ചവടം അടക്കമുള്ള കാര്യങ്ങളിൽ ചൈനയ്ക്ക് മേൽക്കോയ്മ ഉണ്ടാക്കാനായിട്ട് ഈ യുദ്ധം സാധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. മാത്രമല്ല, മറ്റ് ലോകരാജ്യങ്ങളെ അടക്കം ഈ വിഷയം ധരിപ്പിക്കുന്നതിലടക്കം, അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിഷയമായാലും ശരി, പഹൽഗാം ആക്രമണമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായാലും ശരി, ഇതൊക്കെ അറിയിക്കുന്നതിൽ പോലും രാജ്യം പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മറ്റൊന്ന് എന്ന് പറയുന്നത്, നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ, ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രി ജയശങ്കറിനെ തന്നെ ഈ ലേഖനത്തിലൂടെ വിമർശിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ അടക്കം പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. നേരത്തെ ട്രംപ് അടക്കം നടത്തിയ ഈ യുദ്ധത്തിൽ ഇടപെടൽ നടത്തിയെന്നടക്കമുള്ള ട്രംപിൻ്റെ പ്രസ്താവനകളെ തള്ളി ജയശങ്കർ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം, പാകിസ്ഥാനെ അറിയിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം അദ്ദേഹം പത്രക്കാരോട് പ്രതികരിക്കുന്ന സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇതിനെയെല്ലാം അപഹസിക്കപ്പെടുത്തുന്ന രീതിയിലാണ് അതായത് ജയശങ്കറിനെ പ്രസ്താവനകൾ പരിഹാസ്യമായി മാറിയെന്ന രീതിയിലാണ് അദ്ദേഹം ലേഖനം എഴുതിയിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സൈനികരെ പോലും, സേനയെപ്പോലും, നമ്മുടെ സേനാ വിഭാഗത്തെപ്പോലും പ്രത്യക്ഷമായിട്ടല്ലെങ്കിൽ പോലും പരോക്ഷമായി അപമാനിക്കുന്ന രീതിയിൽ, അപമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ലേഖനമാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത്. ഈ ലേഖനത്തിൻ്റെ മൊത്തം തുക എന്ന് പറയുന്ന ഒരു രാജ്യവിരുദ്ധതയും മാത്രമല്ല, സൈന്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത സൈന്യമായി പോയി എന്ന് ഒരു ആൾ വായിച്ചാൽ തോന്നുന്നെങ്കിൽ അയാളെ കുറ്റം പറയാൻ കഴിയില്ല. ആ രീതിയിലാണ് ലേഖനം എഴുതിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതം. യുദ്ധത്തിൽ രാജ്യത്തിന് മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചില്ലെന്നാണ് മുഖപത്രത്തിലെ വിമർശനം. പഹൽഗാം ആക്രമണത്തിൽ ഭാരതത്തിന് ലോകരാജ്യങ്ങളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞില്ലെന്നും വിമർശിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും വിമർശിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരും. പ്രശാന്ത്, യുദ്ധത്തിൽ രാജ്യത്തിന് മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചില്ല,
സൈന്യം മുൻപൊരിക്കലുമില്ലാത്തത്ര വിധത്തിൽ കൃത്യമായി തെളിവുകൾ നിരത്തി, ദൃശ്യങ്ങൾ നിരത്തി എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കിയതാണ്. ആ 23 മിനിറ്റിനുള്ളിൽ എത്ര ഭീകര കേന്ദ്രങ്ങൾ തച്ചു തരിപ്പണമാക്കിയെന്ന് കാട്ടിത്തന്നതാണ്. എന്നിട്ടും യുദ്ധത്തിൽ രാജ്യത്തിന് മേൽക്കൈയുണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് സുപ്രഭാതം പറയുന്നുവെങ്കിൽ സമസ്തയുടെ മുഖപത്രം അത് അങ്ങനെ വിവരിക്കാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ അതവരുടെ ആഗ്രഹം പ്രകടിപ്പിക്കലാണ് എന്ന് വേണ്ടേ കരുതാൻ. കൃഷ്ണരാജ്, തീർച്ചയായും സുപ്രഭാതം അങ്ങനെ പറയുന്നെങ്കിൽ കൃഷ്ണരാജ് സൂചിപ്പിച്ച പോലെ തന്നെ അവരുടെ ആഗ്രഹം പ്രകടിപ്പിക്കലായിട്ട് തന്നെ നമുക്ക് കരുതേണ്ടി വരും. ഈ യുദ്ധത്തിൻ്റെ ഓരോ ഘട്ടത്തിലും, അതായത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമായാലും ശരി, സിന്ധുവിന് നടത്തിയതിന് തൊട്ട് പിന്നാലെ ആയാലും ശരി, അതിന് പിന്നാലെ ഈ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ അടക്കമുള്ള ആക്രമണങ്ങൾ, അതിനുശേഷം ഇന്ത്യ നടത്തിയ പ്രതിരോധങ്ങൾ, ഇതിൻ്റെ എല്ലാ ഘട്ടത്തിലും മാധ്യമങ്ങളോടക്കം സൈന്യം കൃത്യമായ വിശദീകരണം നൽകിയിരുന്നു. എന്താണ് സംഭവിക്കുന്നത്, രാജ്യം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ വിശദീകരണം നൽകിയിരുന്നു. നമുക്ക് എന്തെങ്കിലും സൈനികർ നഷ്ടമായോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആയുധങ്ങളോ വിമാനങ്ങളോ നഷ്ടമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം കൃത്യമായ വിശദീകരണം സൈന്യം നൽകിയിരുന്നു. നമുക്ക് ഈ യുദ്ധത്തിൽ ഏറ്റവും മേൽക്കൈ ഭാരതത്തിന് തന്നെയായിരുന്നു. അത് പാകിസ്ഥാൻ പാർലമെന്റ് അംഗങ്ങളടക്കം അവരുടെ പരാജയം ഏറ്റുപറയുന്നതെല്ലാം, ആ വീഡിയോ ദൃശ്യങ്ങളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തിനു പറയുന്നു, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അടക്കം യുദ്ധത്തിൽ പരാജയപ്പെട്ടു, നമ്മൾ പരാജയപ്പെട്ടു എന്നടക്കം പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന അവരുടെ പാർലമെന്റിൽ വിലപിക്കുന്ന ദൃശ്യങ്ങളടക്കം സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അത് ഇത്തരം സാഹചര്യങ്ങളിരിക്കെ അങ്ങനെ പാകിസ്ഥാൻ തന്നെ തങ്ങളുടെ പരാജയം തുറന്നു സമ്മതിച്ച ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും സമസ്തയുടെ മുഖപത്രം അതിന് യുദ്ധത്തിന് അനുകൂലമായിട്ട്, അല്ലെങ്കിൽ ഇത് ഇന്ത്യ പരാജയപ്പെട്ടു, ഭാരതം പരാജയപ്പെട്ടു, സൈന്യം പരാജയപ്പെട്ടു എന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന തരത്തിൽ ലേഖനം എഴുതിയത്. ഏറ്റവും എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമുക്കറിയാം, നമ്മുടെ ആയുധശേഷിയും ആയുധം ആക്രമണങ്ങളോടും നമ്മുടെ ആയുധശേഷി അടക്കമുള്ളവ വിളിച്ചോതിയൊരു യുദ്ധമായിരുന്നു ഈ പാകിസ്ഥാന് എതിരായി നമ്മൾ നടത്തിയത്. മാത്രമല്ല ലോകരാഷ്ട്രങ്ങളടക്കം അത് ശ്രദ്ധിക്കുകയും ചെയ്തു. നമ്മുടെ ആയുധങ്ങൾ എപ്രകാരമാണ് നമ്മൾ പ്രതിരോധിക്കുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ. റഫാലായാലും ശരി, നമ്മുടെ യുദ്ധവിമാനങ്ങളുടെ എല്ലാം ശേഷി അറിഞ്ഞ ഒരു യുദ്ധം കൂടിയായിരുന്നു പാകിസ്ഥാൻ. എന്നിരിക്കെയാണ് ഇത്തരം ഈ പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത്, പാകിസ്ഥാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ ചൈനയും തുർക്കിയും നിന്നുള്ളതാണ് ആയുധങ്ങളായിരുന്നു. വിമാനങ്ങളായാലും ശരി, ആ വിമാനങ്ങളടക്കം തകർത്ത ദൃശ്യങ്ങളടക്കം നമ്മൾ തകർത്ത ദൃശ്യങ്ങളും തകർന്നു വീണ ദൃശ്യങ്ങളുമെല്ലാം സാമൂഹ്യ വാർത്തകളുടെയും ഇന്റർനാഷണൽ മാധ്യമങ്ങളുടെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും എല്ലാം നമ്മൾ കണ്ടതാണ്. എന്നിരിക്കെയാണ് അതിൽ ഈ മുഖപത്രത്തിൽ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. ആ പരാമർശം എന്ന് പറയുന്നത് ചൈനയ്ക്ക് പോലും അനുകൂലമായിട്ടുള്ളൊരു പരാമർശമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുടെ അപ്രതീക്ഷിതമായ ആക്രമണം, ആ ആക്രമണം ചൈനയുടെ സാങ്കേതിക വിദ്യയ്ക്ക് ആഗോള മാർക്കറ്റിൽ വലിയ കുതിപ്പുണ്ടാക്കിയെന്ന വിലയിരുത്തലാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ റാഫേൽ യുദ്ധവിമാനത്തിൻ്റെ മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞു. ചൈനയുടെ FJ-35 യുദ്ധവിമാനത്തിനും PL-15 വിമാനങ്ങൾക്കും ഇലക്ട്രോണിക് ജാമറുകൾക്കും അടക്കം ആഗോളാടിസ്ഥാനത്തിൽ ഡിമാൻഡ് കൂടുകയും ചെയ്തു എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് നടക്കുന്നത്. അതായത് ചൈനയുടെ ആയുധങ്ങളും ചൈനയുടെ യുദ്ധവിമാനങ്ങളും എല്ലാം പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലരും ലോകരാജ്യങ്ങൾ പോലും ചൈനയിൽ നിന്നും ആയുധം വാങ്ങുന്നതിന് മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇന്ത്യയിലേക്ക് ഈ ആയുധ വ്യാപാരത്തിലടക്കം പല രാജ്യങ്ങളും, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നതടക്കം പല രാജ്യങ്ങളും സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ. ഈ പെഹൽഗാം ആക്രമണങ്ങൾക്ക് പിന്നാലെ ഭാരതം നടത്തിയ പ്രതിരോധത്തിന് ശേഷം ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സാഹചര്യം. മാത്രമല്ല എടുത്തു പറയേണ്ടത്, ചൈന കൊടുത്ത ആയുധങ്ങളും തുർക്കി കൊടുത്ത ആയുധങ്ങളുമെല്ലാം രാജ്യം, നമ്മുടെ സൈനികരും നമ്മുടെ ആയുധങ്ങൾ കൊണ്ട്, നമ്മുടെ സൈനിക ശേഷി കൊണ്ട് അതിനെ തകർക്കുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. എന്നിരിക്കെ ഈ യുദ്ധത്തിൽ ചൈനയുടെ ആയുധങ്ങൾക്ക് മേൽക്കോയ്മ ലഭിച്ചു എന്നൊരു പരാമർശം കൂടി ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല ലോകത്ത് ഈ പല ഇന്ത്യയുടെ റഫാൽ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ തകർന്നു എന്ന് നമ്മൾ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ലേഖനത്തിലൂടെ പറയുന്നത്. ഇന്ത്യൻ സേന അതിൽ കൃത്യമായി പറഞ്ഞിരുന്നു, നമ്മുടെ ഒരു വിമാനങ്ങൾക്ക് പോലും യാതൊരു കേടുപാടുകൾ പോലും സംഭവിച്ചിട്ടില്ല. റഫാൽ ആയാലും ശരി, മറ്റ് യുദ്ധവിമാനങ്ങളായാലും ശരി, ഈ പ്രത്യാക്രമണത്തിൽ നമ്മൾ ഉപയോഗിച്ച ഒരു വിമാനങ്ങൾക്കും യാതൊരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല. നമ്മൾ ആക്രമണം നടത്തി തിരിച്ചെത്തിയെന്ന് അടക്കമുള്ള, അത് പാകിസ്ഥാന്റെ വ്യോമാതിർത്തി
ലംഘിക്കാതെയാണ് നമ്മൾ ആക്രമണം നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ സൈന്യം തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ്. എന്നിരിക്കെ സമസ്ത പറയുന്നത് അതിൽ നമുക്ക് മേൽക്കോയ്മ ലഭിച്ചില്ല, മാത്രമല്ല നമ്മുടെ റഫേൽ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങളാണ് സമസ്ത ലേഖനത്തിലൂടെ പറയുകയും ചെയ്യുന്നത്. തീർച്ചയായും രാജ്യവിരുദ്ധപരമായിട്ടുള്ള പരാമർശമാണ് ലേഖനത്തിലുടനീളം വരുന്നത്. ഈ ലേഖനം ഒരു മാത്രം വായിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ലേഖനം വായിക്കുന്ന ഒരാൾക്ക് രാജ്യം പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ടാക്കുന്നെങ്കിൽ ആ ലേഖനം അങ്ങനെ ആ രീതിയിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല ഇന്ത്യ അയക്കുന്ന നയതന്ത്ര സംഘം അല്ലെങ്കിൽ ഇന്ത്യ ഈ വിവരങ്ങൾ അയക്കുവാൻ വേണ്ടിയിട്ട് അയക്കുന്ന സംഘം, ആ സംഘത്തെ പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം ശശി തരൂർ അടക്കം നടത്തിയ പ്രസ്താവനകളുണ്ടായിരുന്നു. ആ പ്രസ്താവനകളെ പരിഹസിക്കുകയും ചെയ്യുന്നു ലേഖനം. ഈ പാകിസ്ഥാനെതിരെ മറുപടി കൊടുത്തുകൊണ്ട് ശശി തരൂർ അടക്കം നൽകിയ പ്രസ്താവനകളുണ്ട്. അതിനെയും അപഹാസ്യപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ പരിഹസിക്കപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ആകെ ഈ ലേഖനം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് രാജ്യവിരുദ്ധതയാണ്, സൈനിക വിരുദ്ധതയാണ്. ഇത്തരത്തിൽ രാജ്യം ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ തകർന്നടിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളിലടക്കം ഇന്ത്യ ഇതൊരു യുദ്ധമെന്ന് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. പാകിസ്ഥാന്റെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് കടന്നു ചെന്ന് അവരുടെ അതിർത്തികൾ ലംഘിച്ച് നമ്മുടെ സൈന്യം പോയി അവിടെ യുദ്ധമുണ്ടാക്കിയെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ അവരയച്ച മിസൈലുകൾ, അവരയച്ച ഡ്രോണുകളൊക്കെയും നിലത്ത് ലക്ഷ്യം കാണും മുമ്പേ തകർന്നു തരിപ്പണമായെന്ന തെളിവുകൾ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റൊന്ന്, പെഹൽഗാമിൽ സാധാരണക്കാരായ മനുഷ്യരെ കൊന്നു തള്ളിയതിന് പകരമായി അവരുടെ ഭീകര കേന്ദ്രങ്ങളിൽ ചെന്നാക്രമിച്ചു. അത് സമ്മതിക്കുകയും ചെയ്യുന്നു നമ്മൾ. മറുവശത്ത് പാകിസ്ഥാൻ പാർലമെൻറ്റിൽ നടക്കുന്ന കണ്ണീര്, വിലാപം, നിലവിളിയൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഈ പോക്കെങ്കിൽ നമ്മൾ കൊടും ദാരിദ്ര്യത്തിലേക്കാണ് എന്ന് പറയുന്നത് കണ്ടു. അങ്ങനെ രണ്ടർത്ഥത്തിൽ, ഒന്ന് നയതന്ത്രപരമായി, മറ്റൊന്ന് യുദ്ധമെങ്കിൽ യുദ്ധം, ആ രണ്ട് തലത്തിലും വിജയിച്ചു എന്നുറപ്പുവരുത്തുന്ന തെളിവുകളാണ് നമ്മൾ പുറത്തുവിട്ടത്. എന്നിട്ടും നമ്മൾ തോറ്റു എന്ന് പറയാൻ ഇത്ര വ്യഗ്രത എന്തുകൊണ്ട്? പിന്നിലെന്ത്? കൃഷ്ണ, തീർച്ചയായും ഇതിന് പിന്നിൽ എന്ത് എന്ന് വേണം സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു ലേഖനം ഈ സാഹചര്യത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നടക്കം ഉള്ള കാര്യങ്ങൾ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്. നമ്മൾ വിജയിച്ചു എന്ന് ഭാരതം അഭിമാനത്തോടു കൂടി നിൽക്കുന്ന സമയം, ഭാരതീയർ അഭിമാനത്തോടു കൂടി നിൽക്കുന്ന സമയം, രാജ്യം കക്ഷി രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയത്താണ് ഇത്തരമൊരു ലേഖനം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഭാരതീയരുടെ മനസ്സിൽ ആശങ്ക സൃഷ്ടിക്കുകയും മാത്രമല്ല ഇത്തരം ഒരു രാജ്യത്തെ തന്നെ അപഹസിക്കുന്ന തരത്തിലൊരു ലേഖനം പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. അനവസരത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ലേഖനമാണ് ഇതുണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഒരിക്കലും ഈ ഒരു സാഹചര്യത്തിൽ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിലല്ല, ഒരു സാഹചര്യത്തിലും രാജ്യത്തെയോ രാജ്യ താല്പര്യങ്ങളെയോ ഹാനിക്കുന്ന രീതിയിലുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നിരിക്കെയാണ് സമസ്ത മുഖപത്രം കൃത്യമായി രാജ്യം പരാജയപ്പെട്ടു എന്ന് തങ്ങളുടെ മുഖപത്രത്തിലൂടെ എഴുതി വച്ചിരിക്കുന്നത്. അതിന് എന്താണ് ഇതിന് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ലേഖനത്തിലൂടെ സമസ്ത പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് സമസ്ത തന്നെ മറുപടി പറയേണ്ടിയിരിക്കുന്നു, രാജ്യത്തോട് പറയേണ്ടിയിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. വലിയ വിമർശനങ്ങൾ ഇതേ തുടർന്നുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇത്തരമൊരു ലേഖനം പ്രസിദ്ധീകരിച്ചതിൽ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുമെന്ന കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല. കാരണം രാജ്യത്തെ അപഹസിക്കുന്ന, രാജ്യത്തിൻ്റെ നമ്മുടെ സൈനികരെയും സൈനിക ശേഷിയെയും എല്ലാം അപഹസിക്കപ്പെടുത്തുന്ന രീതിയിലാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ അയക്കുന്ന പ്രതിനിധി സംഘങ്ങളെ പരിഹസിക്കുന്നു, ഭാരതത്തിൻ്റെ സൈനിക ശേഷിയെ വിമർശിക്കുന്നു, രാജ്യത്തിൻ്റെ വിദേശകാര്യ മന്ത്രി വിമർശിക്കുന്നു, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വിമർശിക്കുന്നു. എന്തിന് ഈ രാജ്യം നടത്തിയ ഈ പ്രതിരോധം, ആ പ്രതിരോധം തന്നെ പാളി എന്ന രീതിയിലേക്ക് ലേഖനം എഴുതി വയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നരേന്ദ്രമോദി സർക്കാർ വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയതാണ് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ആക്ഷേപമായി പറയുകയും ചെയ്യുന്നു. നമുക്കറിയാം ഈ പ്രതിരോധം എങ്ങനെയാണ് ഉണ്ടായത്, പെഹൽഗാം ആക്രമണം എന്ത് രീതിയിലാണ് ഉണ്ടായത്. മതം ചോദിച്ചുകൊണ്ട് ഒരുപറ്റം നമ്മുടെ ഭാരതീയരെ തിരഞ്ഞു പിടിച്ച് കൊന്നതിന് ശേഷമാണ് നിഷ്ഠൂരമായ ഹത്യ, ആ ഹത്യ നടത്തിയതിന് ശേഷമാണ് നമ്മൾ പ്രതിരോധിക്കുന്നത്. നമ്മുടെ പ്രതിരോധം എന്ന് പറയുന്നത് ഒരു യുദ്ധമേ അല്ല എന്ന് ഭാരതം ലോകരാഷ്ട്രീയങ്ങളോട് പറയുന്നത്. കാരണം നമ്മൾ
പാകിസ്ഥാനിലെ ജനങ്ങളോടോ അല്ലെങ്കിൽ പാകിസ്ഥാനിലുള്ള ജനങ്ങളോടും സാധാരണക്കാരോടുമല്ല നമ്മൾ ഈ പ്രതിരോധം ചെയ്തത്. പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളാണ്, പാകിസ്ഥാൻ ഇത്രയും കാലം പോറ്റി വളർത്തിയ തീവ്രവാദ ക്യാമ്പുകൾക്കാണ് ഈ ഓപ്പറേഷൻ സിന്ധുവിലൂടെ നമ്മൾ മറുപടി പറഞ്ഞത് എന്ന് പാകിസ്ഥാനോട് തന്നെ പറഞ്ഞിരുന്നു. കാരണം നിങ്ങളോടുള്ള, നിങ്ങളുടെ രാജ്യത്തോടോ അല്ല നമ്മൾ ആക്രമിക്കുന്നത്, നമ്മൾ ആക്രമിച്ചത് നമ്മളെ ആക്രമിച്ച തീവ്രവാദികളോടുള്ള പ്രത്യാക്രമണമാണ്. അത് നിങ്ങളുടെ രാജ്യത്തുള്ള തീവ്രവാദ ക്യാമ്പുകളെയാണ് നമ്മൾ ആക്രമിച്ചതെന്നടക്കം പറഞ്ഞിട്ടും അത് കൃത്യമായി പാകിസ്ഥാനെ ബോധിപ്പിച്ചിട്ടും പാകിസ്ഥാനാണ് തിരിച്ച് നമ്മളെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പല സാഹചര്യങ്ങളിൽ നമുക്ക് നേരെ, നമ്മുടെ ഭാരതത്തിന് നേരെ ഡ്രോൺ ആക്രമണങ്ങളടക്കം അഴിച്ചുവിടാൻ പാകിസ്ഥാൻ തയ്യാറായി. അതിന് പിന്നാലെയാണ് രാജ്യം ഇതിനെ പ്രതിരോധിക്കുന്ന നിലയിലേക്ക് എത്തിയത്. പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾ തുടർന്നതോടുകൂടിയാണ് രാജ്യം ഒരു പ്രതിരോധം എന്ന നില, അതും യുദ്ധമെന്നൊരിക്കലും നമ്മൾ പറഞ്ഞിട്ടേയില്ല. ഒരു പ്രതിരോധ മാർഗം നമുക്ക് നേരെ വരുമ്പോൾ നമ്മൾ പ്രതിരോധിക്കുക എന്ന രീതിയിൽ ഒരു പ്രതിരോധ മാർഗം മാത്രമാണ് നമ്മൾ സ്വീകരിച്ചത്. എന്നാൽ ആ പ്രതിരോധ മാർഗം സ്വീകരിക്കുകയും അവിടെ മേൽക്കൈ നമുക്ക് ലഭിക്കുകയും ചെയ്തു. ഇന്ത്യ പാകിസ്ഥാന് നേരെ പ്രത്യാക്രമണം നടത്തുമ്പോൾ, പ്രതിരോധിക്കുമ്പോഴെല്ലാം ലോകരാഷ്ട്രങ്ങളോട് കൃത്യമായി ഇത് വ്യക്തമാക്കിയിരുന്നു. ഐക്യരാഷ്ട്രസഭയിലടക്കം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നടക്കം കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. എന്തിനു വേണ്ടിയാണ് ഇതിപ്പോൾ ആവശ്യമായി വന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിൽ ഈ യുദ്ധം എന്നല്ലെങ്കിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യം രാജ്യത്തിനുണ്ടായതിൻ്റെ കാരണം എന്താണെന്നടക്കം ലോകരാജ്യങ്ങളോട് എല്ലാം നമ്മൾ അനുനിമിഷം, ഓരോ നിമിഷവും നമ്മൾ കൃത്യമായി ബോധിപ്പിക്കുന്നുണ്ടായിരുന്നു. ലോകരാജ്യങ്ങളെല്ലാം നമ്മളെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അറബ് രാജ്യങ്ങളടക്കം നമ്മളെ അനുകൂലമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു കാര്യം കൂടി എടുത്തു പറയാം. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അവരുടെ പാർലമെന്റിൽ പറഞ്ഞിരുന്നു, ലോകരാജ്യങ്ങളെ ഒപ്പം നിർത്താനായില്ല എന്നൊരു പരാമർശം കൂടി നടത്തുന്നുണ്ട്. തുടക്കം മുതൽ നമ്മൾ കണ്ടതാണ്. ഡൊണാൾഡ് ട്രംപ് അത് സമസ്ത വഴിയല്ല പുറത്തു വന്നത്, അതുകൊണ്ട് അവർ അറിഞ്ഞില്ലയോ എന്നറിയില്ല. അമേരിക്ക ആകട്ടെ, റഷ്യ ആകട്ടെ, ജർമ്മനി ആകട്ടെ, എല്ലാ രാജ്യങ്ങളും ഭാരതത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. ഈ പറയുന്ന ചൈന പോലും പറഞ്ഞത് ഭാരതവും പാകിസ്ഥാനും ഞങ്ങളുടെ അയൽ രാജ്യങ്ങളാണ് എന്നാണ്. ഇതൊക്കെ തെളിവുകൾ സഹിതം വന്നതാണല്ലോ. കാരണം അവരുടെയൊക്കെ വിദേശകാര്യ സെക്രട്ടറിമാരോ മന്ത്രിമാരോ അല്ലെങ്കിൽ ലോക നേതാക്കൾ തന്നെയും അവരുടെ എക്സിലൊക്കെ വന്ന് കൃത്യമായി അക്കാര്യം പറഞ്ഞതാണ്, പ്രതികരണങ്ങൾ വന്നതുമാണ്. എന്നിട്ട് ഇപ്പോൾ വിവിധ സംഘങ്ങളായി എന്താണ് പാകിസ്ഥാൻ, അവരുടെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കൽ എന്താണെന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇന്ത്യയുടെ വിവിധ സംഘങ്ങൾ ലോകരാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്ന സമയമാണ്. അപ്പോൾ ഇവർ ഇതെല്ലാം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നുവെങ്കിൽ, ഇങ്ങനെ രാജ്യവിരുദ്ധമായി പറയുന്നുവെങ്കിൽ കൃത്യമായൊരു ആസൂത്രണം അതിന് പിന്നിലുണ്ട്. കൃഷ്ണരാജ്, നമ്മുടെ പ്രത്യാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അവരുടെ പാർലമെൻറ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പാർലമെൻറ്റിൽ പറഞ്ഞത്, നമുക്ക് അനുകൂലമായി ആകെ നിന്നത് തുർക്കി മാത്രമാണ്, ചൈന പോലും ഉണ്ടായിരുന്നില്ല. അറബ് രാഷ്ട്രങ്ങളെല്ലാം ഭാരതത്തിന് അനുകൂലമായി നിന്നു. മാത്രമല്ല അമേരിക്ക, ആ രാജ്യങ്ങളുടെ പേരുകൾ തന്നെ എടുത്തു പറയുന്നുണ്ട്. നമുക്ക് സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല, ഇതിന് തുർക്കി മാത്രമാണ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സഹായമായി നിന്നത്. ബാക്കി എല്ലാ രാജ്യങ്ങളും ഭാരതത്തിന്, ഹിന്ദുസ്ഥാന് അനുകൂലമായിട്ടാണ് നിന്നത് എന്ന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി അവരുടെ പാർലമെൻറ്റിൽ പറഞ്ഞതാണ്. ആ പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യം പോലും സമസ്ത അറിഞ്ഞില്ലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ തന്നെ പ്രധാനമന്ത്രി തുറന്നു സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ തുറന്നു സമ്മതിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പാകിസ്ഥാൻ സ്വന്തം പരാജയം അവരുടെ പാർലമെൻറ്റിൽ തുറന്നു സമ്മതിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾ ആരും സഹായിക്കാൻ എത്തിയില്ല എന്ന് പറയുമ്പോൾ സമസ്ത പറയുന്നു, ലോകരാജ്യങ്ങളെ മുഖവിലക്കെടുക്കാൻ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെ ഈ യുദ്ധവും അല്ലെങ്കിൽ യുദ്ധ സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ ഭാരതം പരാജയപ്പെട്ടുവെന്ന് സമസ്ത പറയുകയാണ് അവരുടെ മുഖപത്രത്തിലൂടെ. അതായത് പാകിസ്ഥാൻ തന്നെ സ്വയം പരാജയം സമ്മതിച്ചിരിക്കുമ്പോഴും ആ പരാജയം സംബന്ധിക്കാൻ സമസ്ത തയ്യാറാകുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഈ ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്താണ് സമസ്തയ്ക്ക് ഇതിന് പിന്നിലുള്ള ലക്ഷ്യമെന്ന് കൂടി സമസ്ത വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. രാജ്യവിരുദ്ധമായിട്ടുള്ള പരാമർശമാണ് സമസ്ത നടത്തിയിരിക്കുന്നത്. സമസ്തയുടെ മുഖപത്രം ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം ലേഖനം എഴുതുന്നു. യുദ്ധത്തിൽ രാജ്യത്തിന് മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചില്ല. പഹൽഗാം ആക്രമണത്തിൽ ഭാരതത്തിന് ലോകരാജ്യങ്ങളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞില്ല. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ വിമർശിക്കുന്നു, പ്രധാനമന്ത്രി വിമർശിക്കുന്നു. റഷീദുദ്ദീൻ എഴുതിയ ലേഖനത്തിലാണ് രാജ്യത്തെയും സേനയെയും അപകീർത്തിപ്പെടുത്തുന്നത്. അതായത് എന്താണോ സംഭവിച്ചത്, എന്തൊക്കെയാണോ തെളിവുകൾ, അതിന് വിരുദ്ധമായി, നേരെ ഘടകവിരുദ്ധമായി എന്തൊക്കെയോ പറഞ്ഞു വയ്ക്കുന്നു. നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടാകും എന്നുറപ്പാണ്. മറുപടി പറയേണ്ടി വരും സമസ്ത. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.